ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു 3 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ, അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും അതൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഞാൻ എൻ്റെ റോസ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ വളങ്ങൾ എത്ര അളവിൽ എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ റോസ് കെയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എല്ലാവർക്കും ബഡ് റോസ് ഒരു പരാജയമാണ് എപ്പോഴും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ശരിക്കും അതിനെപ്പറ്റി പഠിച്ച് ഏതൊക്കെ വളങ്ങൾ എപ്പോഴൊക്കെ കൊടുക്കണം എന്ന് കൃത്യമായി പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. എൻ്റെ റോസിൽ ഞാനതൊക്കെ പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷൻസ് കണ്ടാലോ. ഇതാണ് എൻ്റെ ആദ്യത്തെ റോസ്. ആദ്യത്തെ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ട് കുറേ റോസുകൾ ഞാൻ കെയർ ചെയ്യാണ്ട് കേടായി പോയിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് പിടിച്ച് വന്ന ഒരു റോസാണ്, യെല്ലോ റോസ്. ഞാൻ ആദ്യമായിട്ട് പിടിപ്പിച്ച് കെയർ ചെയ്ത് എൻ്റെ പരീക്ഷണം മൊത്തം ഈ യെല്ലോ റോസിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്കിതാ ഇപ്പോൾ കുറേ മുട്ടുകളും അതുപോലെ തന്നെ കുറേ പൂക്കളും അറ്റ് എ ടൈം ഈ റോസിൽ ഇഷ്ടംപോലെ ഫ്ലവർ. ഇതിപ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം ആണ് ഞാൻ പുതിയ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ റോസിൻ്റെ കഥയാണെങ്കിൽ ഒരുപാടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു പിങ്കും ഒരു ഡാർക്ക് കളറും വരുന്ന ഒരു ഇതാണ്. ഇതിലും ഒരുപാട് മുട്ടുകളും ഒരുപാട് പൂക്കളും അറ്റ് എ ടൈം വരുന്നുണ്ട്. കൃത്യമായ അളവിൽ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കൾ തരും. റോസാ ചെടിയുടെ പ്രത്യേകത അതാണ്, നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ പുഷ്പം എന്നാണല്ലോ റോസ് പൂവിനെ അറിയപ്പെടുന്നത്. അത് ആ ചെടിയുടെ ഒരു സ്വഭാവം കൂടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇത്രയും ബഡ്ഡുകൾ ഇപ്പോൾ ഒരു ഒറ്റ ടൈം ഒരു ചെടിയിൽ കുറേ ബഡ്ഡുകളും ഉണ്ട്, അതുപോലെ തന്നെ പൂക്കളും ഉണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയ മഞ്ഞ കളറുള്ള ലീഫുകളൊക്കെ ഉണ്ടാവും. അത് ഇപ്പോൾ ഈ മഴ സമയം ആയതുകൊണ്ടാണ്. അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നേക്കാൾ ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ വൈറ്റ് റോസാണ്. ഇത് വൈറ്റ് ആണോ യെല്ലോ ആണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് യെല്ലോ കളർ ഷെയ്ഡ് വിട്ട് അത് വൈറ്റിലേക്ക് മാറും. ഇതിൻ്റെ ബഡ് വിരിയാറാവുന്ന സമയത്ത് യെല്ലോ കളറാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഈ പൂമ്പൊടിയുടെ ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ ഒരു യെല്ലോ കളർ വരുന്നത്. പിന്നെ ഫുൾ വിരിഞ്ഞ് കഴിയുമ്പോൾ അത് വൈറ്റ് കളറായിട്ട് മാറും. ഇത് എത്രയും വലിയ ഹൈറ്റിലാണ് പോയിക്കണേ നോക്കൂ. ഇഷ്ടംപോലെ ബഡുകളാണ് ഇതിൽ നിൽക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവരെനൊക്കെ നോക്കി നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയൂ. കണ്ടോ, ഇതിൽ കൊലകൊലയായിട്ടുണ്ടാവുന്നില്ല. ആകെ ഒരു ബ്രാഞ്ചിൽ ഒരു ബഡ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെയൊക്കെ വരുന്നേ ഉള്ളൂ. ഇനി കുറേ ബഡുകൾ മുന്നേ ഒക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോയി. പിന്നെ കണ്ട വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പൂവാണ്, യെല്ലോ ബഡാണ് കാണുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വെറൈറ്റി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. എന്നേക്കാൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഒരു ബഡ്. വളരെ വലിയ ചെടിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എത്ര താഴ്ത്തി വെട്ടി കൊടുത്താലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്തത് എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇതിൽ വലിയ വലിപ്പം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലോണം പൂക്കൾ തരും. ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളർ ആണ് ഇതിന് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ്. ആദ്യം വിരിഞ്ഞ് വരുമ്പോൾ യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ ഫ്ലവർ. പിന്നെ അത് ഡാർക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് പോവും. അത്രയും ഭംഗിയാണ്. പിന്നെ നല്ല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ. കണ്ടോ, ഒരു കൊലയിലുള്ള പൂക്കളാണിത്. ഇത് ഒരു ചെടിയിൽ തന്നെ
രണ്ട് കളർ പൂക്കളുണ്ടായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് അതിൻ്റെ ഒരു ലൈഫ് അങ്ങനെയാണ്. ആദ്യം മഞ്ഞ കളറായിരിക്കും, പിന്നെ അത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും. നല്ല രസമാണിത് കാണാൻ. പിന്നെ ദാ അടുത്തത് ഒരു മിനിയേച്ചർ ടൈപ്പ് റോസാണ്. ഇതിന് വിരിഞ്ഞ് വരുമ്പോൾ സെൻറ്ററിൽ നല്ല ഡാർക്ക് കളറായിരിക്കും. പിന്നെ അത് വിരിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് കളർ ഫെയ്ഡായി പോകുന്നതാണ്. ഇത് ഇതുപോലെ കൊലയായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ബ്രാഞ്ചിൽ ഇപ്പോൾ 2 ഫ്ലവറോ അല്ലെങ്കിൽ 3 ഫ്ലവറോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് ധാരാളം ബ്രാഞ്ചുകളും ഉണ്ടാവും, അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും. നല്ല രസമാണിത്. എൻ്റെ കയ്യിൽ ഈ ബഡ് റോസിൻ്റെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു നാടൻ വെറൈറ്റി പോലത്തെ ഒരു റോസാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വിരിയുമ്പോൾ നമ്മുടെ നാടൻ റോസ് ഉണ്ടല്ലോ, പനീർ റോസ് ഉണ്ടല്ലോ, അതിൻ്റെ കളറായിരിക്കും. പിന്നെ അത് കൂടുതൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് വരും. പിന്നെ അത് അടുത്ത ദിവസം അത് കൊഴിഞ്ഞു പോവും. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ബ്രാഞ്ചസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൂക്കളും ഉണ്ട് ഇതിൽ. കുറച്ച് പൂക്കളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ട, ചെറിയ ചെടിയാണെങ്കിലും കുറേ റോസ് ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കളറ് ഒരു വൈറ്റ് ഷെയ്ഡിലൊരു അതിൻ്റെ അറ്റത്ത് പെറ്റൽസിൻ്റെ ഒക്കെ അറ്റത്ത് ഒരു പിങ്കിഷ് കളർ വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഒരു ഇതാണ്. പക്ഷേ ഈ പൂക്കളുടെ തൊട്ട് നോക്കുമ്പോൾ നല്ല വെൽവെറ്റ് ടൈപ്പാണ്. ഇതിൽ കണ്ടത് അടുത്തൊരു ബഡും കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതായത് കൊണ്ടാണ് വളരെ ചെറിയ ചെടിയായിട്ട് നിൽക്കുന്നത്, അധികം ബ്രാഞ്ചസ് ഒന്നും ഇല്ലാണ്ട്. ഇനി ഇതിനെ വളങ്ങളൊക്കെ കൊടുത്ത് നന്നായി കെയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇത് ഓൺ റൂട്ടഡ് ആണ്. വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുമ്പോൾ. ഇതും ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. വൈറ്റ് കളറാണ് ആദ്യം വിരിയുമ്പോൾ, പിന്നെ അത് രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി ഡാർക്ക് കളറിലേക്ക് മാറും. പിന്നെ അത് വീണ്ടും അതുപോലെ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഡാർക്ക് കളറാവും. അങ്ങനെ ഒരു 2 ദിവസം മാക്സിമം ഡാർക്ക് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ കൊഴിഞ്ഞു പോകും. ഇതങ്ങണ്ട, ഇതൊക്കെ ഇപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുള്ള ഫ്ലവറാണ്. അതാണ് ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ഇന്നലെ വിരിഞ്ഞതാണ്, അതാണ് ഇന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് നിറച്ച് പൂക്കളുണ്ടാവും, നിറയെ ബ്രാഞ്ചസ് ആയിട്ട് നിറച്ച് പൂക്കളാണ് ഇതിൽ. ആ ചെടി തന്നെ പിറ്റേ ദിവസമായപ്പോൾ കുറച്ചുകൂടി ഡാർക്കായത് കണ്ടോ. ആ വൈറ്റ് ഫ്ലവറൊക്കെ ഇപ്പോൾ ഡാർക്ക് കളറിലേക്ക് മാറി. കണ്ടോ, ഇന്നലെയൊക്കെ ഇത് വൈറ്റ് കളറായിട്ടിരുന്ന ഫ്ലവറായിരുന്നു, അതിപ്പോൾ ഡാർക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്ക്. കുറേ പൂക്കളുണ്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. ഇത് ഭയങ്കര ഡാർക്കായി, നല്ലോണം ഡാർക്കായിട്ടുണ്ടത്. ഇത് ഇന്ന് വിരിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അടുത്തതിൻ്റെ വെറൈറ്റി ഓറഞ്ച് കളറാണ്. കണ്ടോ, എത്ര പൂക്കളാണ്, കൊലകൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ഓറഞ്ച് ഫ്ലവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ. എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ്, എനിക്ക് അങ്ങനെ ഉന്നത് എന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഉള്ളൂ എൻ്റെ റോസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് റോസ് പ്ലാന്റൊക്കെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. റോസിന് ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നും എങ്ങനെയാണ് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇൻട്രോ ആയിട്ട് പോസ്റ്റ് ചെയ്തത്. ഇനി വഴിയെ നമുക്ക് എൻ്റെ റോസ് ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.